ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് CPR എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിനെ കുറിച്ചാണ്. CPR എന്ന് പറയുന്നത് സെൻട്രൽ പിവറ്റ് റേഞ്ച് എന്നാണ്. ഈ സെൻട്രൽ പിവറ്റ് റേഞ്ച് ഉപയോഗിച്ചുകൊണ്ട് നിരവധിയായിട്ടുള്ള ആളുകൾ ട്രേഡ് എടുക്കുന്നുണ്ട്, നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് ട്രേഡ് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു ലീഡിംഗ് ഇൻഡിക്കേറ്റർ ആണ്. നമുക്കറിയാം ലാഗിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ലീഡിംഗ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് ലീഡിംഗ് ഇൻഡിക്കേറ്ററിന്റെ ഭാഗത്തിൽ വരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് CPR എന്ന് പറയുന്നത്, സെൻട്രൽ പിവറ്റ് റേഞ്ച്. ഈ റേഞ്ച് കൃത്യമായിട്ടും പ്രീവിയസ് ഡേയുടെ ഹൈയും ലോയും അതുപോലെ തന്നെ ചില മാനദണ്ഡങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത് ഈ റേഞ്ചുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇത് സെൻട്രൽ പിവറ്റ് റേഞ്ച് ആണ്. CPRന്റെ ടോപ്പ്, ബോട്ടം, അതുപോലെ സെന്റർ, ഈ മൂന്ന് ലൈനുകളാണ് നമുക്ക് കഴിഞ്ഞാൽ ടോപ്പ് CPR, ബോട്ടം CPR, സെന്റർ CPR. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് PDH എന്ന് പറയുന്ന പ്രീവിയസ് ഡേയുടെ ഹൈയും പ്രീവിയസ് ഡേയുടെ ലോയും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് റെസിസ്റ്റൻസുകളും സപ്പോർട്ടുകളാണ്. ഇതാണ് CPRന്റെ ഉള്ളിലുള്ളത്. പിന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും വീക്കിലി ആയിട്ടുള്ള റേഞ്ചുകളും മന്ത്ലി ആയിട്ടുള്ള റേഞ്ചുകളും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വീക്കിലി ആയിട്ടുള്ള ഹൈയും ലോയും കാണാൻ സാധിക്കും, മന്ത്ലി ഹൈയും ലോയും കാണാൻ സാധിക്കും. ഇതാണ് പ്രധാനമായിട്ടും CPRന് ഉള്ളിൽ വരുന്നത്. ഇതിന്റെ കാൽക്കുലേഷൻ സംബന്ധിച്ച് നമുക്കറിയാം നിരവധിയായിട്ടുള്ള ബുക്സുകൾ ഇറക്കിയിട്ടുണ്ട് CPRനെ കുറിച്ച്. അതൊക്കെ കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കും ഈ CPRന്റെ കാൽക്കുലേഷൻ എങ്ങനെയായിരിക്കും, ഇതെങ്ങനെ പ്രവർത്തിക്കുമെന്ന്. രണ്ട് ടൈപ്പിലുള്ള റേഞ്ചുകളിലാണ് സെൻട്രൽ പിവറ്റ് റേഞ്ചിലുള്ളത്. നാരോ ആയിട്ടുള്ള CPR നമുക്ക് കാണാം, വൈഡ് ആയിട്ടുള്ള CPR കാണാം. നാരോ CPR എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ട്രെൻഡിങ് ഡേയിലായിരിക്കും നാരോ CPR വരുന്നത്. നമുക്ക് ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു നാരോ CPR ഉണ്ട്. ഈ ദിവസം CPR നോക്കുകയാണെങ്കിൽ നാരോ ആയിട്ടുള്ള CPR ആണ് കാണുന്നത്. ഇത് നോക്കി കഴിഞ്ഞാൽ അറിയാം ടോപ്പും അതുപോലെ തന്നെ ബോട്ടവും സെന്ററും ഈ ലെവലുകൾ തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമില്ലാതെ ചെറിയ റേഞ്ചിനുള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിനെയാണ് നമുക്ക് നാരോ എന്ന് പറയുന്നത്, നാരോ CPR എന്ന് പറയുന്നത്. നാരോ CPR വന്ന ദിവസം ഒരു ട്രെൻഡിങ് ഡേ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് വൈഡ് ആയിട്ടുള്ള CPR വന്ന ദിവസങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വേ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു വോളറ്റിലിറ്റി ഉള്ള മാർക്കറ്റ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നത്തെ ദിവസം ഒരു വൈഡ് CPR ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ റേഞ്ചുകളൊക്കെ തമ്മിലുള്ള ദൂരം വളരെ വലിയ ഒരു ദൂരത്തിലാണ് നിൽക്കുന്നത്. ഇതിനെയാണ് വൈഡ് CPR എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ടോപ്പ് CPR, ഇതാണ് ബോട്ടം CPR, ഇത് സെന്റർ CPR. അപ്പോൾ ഈ ലെവലുകൾക്ക് തമ്മിലുള്ള ദൂരം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു റേഞ്ച് വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. ഇതാണ് വൈഡ് CPR എന്ന് പറയുന്നത്. ഈ വൈഡ് CPR വരുന്ന ദിവസം മാർക്കറ്റ് പൊതുവെ ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും ട്രാവൽ ചെയ്യുക. ഇതാണ് പ്രധാനമായിട്ടും ഈ CPRുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാന മാനദണ്ഡങ്ങൾ. മറ്റൊന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇനി CPRന്റെ ഉള്ളിൽ എവിടെയൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് തന്നെയാണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ട്രേഡുകൾ എടുക്കാൻ സാധിക്കും. ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ തന്നെ നിരവധിയായിട്ടുള്ള ആളുകൾ CPR ഉപയോഗിച്ച് ട്രേഡ് എടുക്കുന്നുണ്ട്. പിവറ്റ് പോയിന്റ് വിക്രമായാലും അതുപോലെ മല്ലു ട്രേഡർ, അതുപോലെ ബിലാൽ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ CPRനെ സംബന്ധിച്ചുമായിട്ടാണ് ട്രേഡുകൾ എടുക്കുന്നത്. അപ്പൊ നമുക്ക് അവരുടെയൊക്കെ ട്രേഡുകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. വിക്രത്തിന്റെ ആണെങ്കിൽ അവിടെ നമ്മൾ 20-day മൂവിംഗ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ട്, ബിലാലിന്റെ ആണെങ്കിൽ 200-day മൂവിംഗ് ആവറേജ്, എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് ഉപയോഗിച്ചുകൊണ്ടാണ് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇതൊരു വൈഡ് ആയിട്ടുള്ള ദിവസമാണ്. ഈ വൈഡ് ദിവസത്തിൽ തന്നെ നോക്കിയാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് CPRന് മുകളിലായിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. CPRന് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് ഇവിടെ സെൻട്രൽ CPR ആക്ട് ചെയ്യും. അതുപോലെ തന്നെ 200 മൂവിംഗ് ആവറേജിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അന്നത്തെ ദിവസം നല്ല രീതിയിലുള്ള പ്രോഫിറ്റുള്ള ട്രേഡ് എടുക്കാൻ സാധിക്കും. ഇവിടെ നല്ല സപ്പോർട്ടുണ്ട്, CPR നല്ല സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും അന്നത്തെ മാർക്കറ്റ്. അതുപോലെ തന്നെ ട്രേഡ് നല്ലതായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ R1 ബ്രേക്ക് ഔട്ട് ഉണ്ട്, അതുപോലെ തന്നെ PDH ഉണ്ട്, പ്രീവിയസ് ഡേയുടെ ഹൈ ഉണ്ട്. അപ്പോൾ അതാണ് ഒരു മാനദണ്ഡമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. പിന്നുള്ളത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും പിറ്റേ ദിവസം ഒരു വൈഡ് CPR ആണ്. അന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് PDHന് മുകളിലായിട്ട് ഓപ്പൺ ചെയ്തു. PDHന് മുകളിൽ ഓപ്പൺ ചെയ്തതിനു ശേഷം മാർക്കറ്റ് വന്നിരിക്കുന്നത് എങ്ങോട്ടാണ്, നേരെ PDHലേക്ക് സപ്പോർട്ട് എടുത്തു, വീണ്ടും R1 പോയി, വീണ്ടും താഴെ വന്ന് 200 മൂവിംഗ് ആവറേജിൽ ടച്ച് ചെയ്തുകൊണ്ട് അവിടെ ഒരു സപ്പോർട്ടായി. അപ്പോൾ 200 മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാക്കി. അപ്പോൾ ഈ രണ്ട് ദിവസത്തെ ട്രേഡ് നോക്കുകയാണെങ്കിൽ 200 മൂവിംഗ് ആവറേജ് പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. പിന്നെ ദിവസത്തെ മാർക്കറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കുന്നത് ഒരു ചെറിയ രീതിയിലുള്ള നാരോ CPR ആണ്. ഈ നാരോ CPRലേക്ക് നോക്കുമ്പോഴും 200 മൂവിംഗ് ആവറേജ് എങ്ങനെയാണ് പോയിരിക്കുന്നത്, വലിയ രീതിയിലുള്ള ഒരു മൊമെന്റം ഇല്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ 200 മൂവിംഗ് ആവറേജിലേക്ക് മാർക്കറ്റ് വന്ന് അവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു സൈഡ് വേ മാർക്കറ്റിലേക്ക് ട്രാവൽ ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ പോലും തിരിച്ച് അവിടെ S1 സപ്പോർട്ടിൽ വന്നു, അവിടെ നേരെ CPRലേക്ക് വന്നു, പിന്നെ വീണ്ടും അവിടെ CPRന് ട്രേഡ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിറ്റേ ദിവസത്തെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്, വൈഡ് CPR ആണ് തന്നിരിക്കുന്നത്. നേരെ നോക്കിക്കഴിഞ്ഞാൽ R1 മുകളിലായിട്ട് ഓപ്പൺ ചെയ്തു, നേരെ CPRൽ വന്നു, ടോപ്പ് CPRൽ സപ്പോർട്ട് എടുത്തു, താഴെ നോക്കുകയാണെങ്കിൽ മൂവിംഗ് ആവറേജിന്റെ സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ
തീർച്ചയായിട്ടും ഇവിടെ ബൈ ചെയ്യുന്ന ഒരാൾക്കിനെ സംബന്ധിച്ച് ഈ 2 പോയിന്റുകളും പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ആ സപ്പോർട്ടായിട്ട് കൊണ്ടായിരിക്കും അയാൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. സ്റ്റോപ്പ് ലോസിന്റെ താഴെ വെച്ചാൽ നല്ല രീതിയിലുള്ള ട്രേഡ് നമുക്ക് കിട്ടും. പിന്നെ ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് PDL താഴെയായിട്ടാണ്. PDL താഴെ ഓപ്പൺ ചെയ്ത മാർക്കറ്റ് താഴെ പോയുമ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമുക്ക് മൂവിംഗ് ആവറേജ് 200 മൂവിംഗ് ആവറേജിന്റെ ഒരു റെസിസ്റ്റൻസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. 200 മൂവിംഗ് ആവറേജ് താഴെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നമുക്ക് ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടി. നേരെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ഇവിടുന്ന് വീണ്ടും PDL എന്ന് പറയുന്ന ലെവല് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയി CPRലേക്ക് ആകർഷിച്ചു. CPR അട്രാക്ട് ചെയ്തു എന്ന് തന്നെ പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്ത EMA ഇവിടെ വന്നപ്പോൾ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തു. ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് താഴെ വെക്കാൻ സാധിക്കും. നമുക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ബിലാലിന്റെ ട്രേഡുകളിലൊക്കെ ഈ 200 EMAക്ക് താഴെയായിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ സ്റ്റോപ്പ് ലോസ് വെക്കുക. നല്ല രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് പോയിന്റ് ഇടും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ 200 മൂവിംഗ് ആവറേജ് എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലെവലാണ്. നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇവിടെ റെസ്റ്റ് ചെയ്തു, എനിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ സപ്പോർട്ടായി. പിറ്റേ ദിവസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും മാർക്കറ്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് PDH മുകളിലായിട്ടാണ്. PDHന് മുകളിലായിട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം CPR എന്ന് പറയുന്നത് പ്രധാനമായിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് മാർക്കറ്റിന്റെ മുകളിലേക്ക് പോയി. അപ്പോൾ ഈ 200 മൂവിംഗ് ആവറേജും അതുപോലെ തന്നെ CPR ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ ട്രേഡ് നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് ഇത്ര രീതിയിലുള്ള ദിവസത്തെ ട്രേഡിംഗ് നമുക്ക് അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കുറെ അധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. CPRൽ മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു, അതുപോലെ PDH PDLകൾ, അതുപോലെ അന്നത്തെ ദിവസത്തെ ഗ്ലോബൽ മാർക്കറ്റ് സിറ്റുവേഷൻ, ഇതൊക്കെ അനലൈസ് ചെയ്തുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ CPR ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ട്രേഡ് എടുക്കാൻ സാധിക്കും. ഇപ്പോൾ ഇതിനകത്ത് വീക്കിലിയും മന്ത്ലിയുമായിട്ടുള്ള റേഞ്ചുകൾ നമുക്ക് അറിയാൻ സാധിക്കും. ഞാനിപ്പോൾ വീക്കിലി മന്ത്ലി റേഞ്ചുകൾ ഓപ്പൺ ആക്കിയിട്ടില്ല. CPRും അതുപോലെ EMA മാത്രമായിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിലെ സിറ്റുവേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് CPR എന്ന് പറയുന്നത് മുകളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിനു ശേഷം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവിംഗ് ആവറേജിനെ സപ്പോർട്ട് എടുക്കുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ആയിട്ട് മൂവിംഗ് ആവറേജിന് എടുക്കുന്നുണ്ട്. അതിനുശേഷം മൂവിംഗ് ആവറേജ് താഴേക്ക് പോയപ്പോഴാണ് നമ്മൾ നോക്കേണ്ടത്. നല്ല രീതിയിലുള്ള ഫാൾ, മൂവിംഗ് ആവറേജ് താഴേക്ക് പോയി കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള ഫാൾ നമുക്ക് കിട്ടി. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഇത്രയും നേരത്തെ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു. ഇതൊരു മൂവിംഗ് ആവറേജ് ഉണ്ട്, ഇവിടെ CPR ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ CPR മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ട്രേഡ് എടുക്കാൻ പറ്റും. ഇത്ര നമുക്ക് ടാർഗറ്റ് ഏരിയ ആയിട്ട് വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഈ S1 ലെവലിൽ നമുക്ക് ടാർഗറ്റ് ഏരിയ ആയിട്ട് വെക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് അന്നത്തെ ദിവസം. പിറ്റേ ദിവസം നമ്മൾ നോക്കുവാണെങ്കിൽ പിറ്റേ ദിവസം മാർക്കറ്റിൽ എങ്ങനെയാണ് പോയിരിക്കും നോക്കാം. അന്നത്തെ ദിവസം മാർക്കറ്റ് CPR മുകളിലാണ്, വൈഡ് ആയിട്ടുള്ള CPR ആണ്, EMA മുകളിലാണ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം CPR ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് പോയി, മൂവിംഗ് ആവറേജ് മുകളിലാണ്. അപ്പോൾ ഇതാണ് CPRുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മറ്റു വീഡിയോകളിൽ നമുക്ക് CPRുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രിക്സുകളുണ്ട്. ആ ട്രിക്സുകൾ നമുക്ക് പങ്കുവെക്കാം. അപ്പോൾ ഇത് ബേസിക് ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ CPRും EMAയും വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളൂ. ഈ വീഡിയോ ഇഷ്ടമാണ് തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.